കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദൈവവചന സന്ദേശം എല്ലാ ദിവസവും ഇടവിടാതെ അയക്കുമായിരുന്നു. ഇടവേള വന്നു. 2025 മാർച്ച് മുതൽ ഈ സമയം വരെയും അത് ചെയ്യാൻ പിന്നെ പറ്റിയില്ല. അതിൻ്റെതായ ക്ഷീണവും പ്രയാസങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെടാനിടയായി. അതിന് കാരണമായത് 2022 ഞാൻ പന്തളത്ത് കീരുവഴി ദേവസഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ പൈൽസിൻ്റെ ഒരസ്വസ്ഥത കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. 2022 ജനുവരി മാസം 9-ാം തീയതി ആ സൺഡേയിൽ സഭായോഗവും കർത്തൃമേശയെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലായ്പ്പോഴും പരസ്യോഗം നടത്തുന്നവരായതുകൊണ്ട് ആ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ മഞ്ഞനിക്കര ഭാഗത്ത് പരസ്യോഗം ചെയ്യുവാൻ കടന്നുപോയി. ഞാനും എൻ്റെ ടീമംഗങ്ങളും ഉണ്ടായിരുന്നു. പരസ്യോഗവും കഴിഞ്ഞതോടുകൂടി ഞാൻ വല്ലാത്ത വേദനയാൽ ഭാരപ്പെട്ടു. ഒരാൾ പറഞ്ഞു ബിലീവേഴ്സ് ഹോസ്പിറ്റലാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ പരിചയമുണ്ടായിരുന്നു, വിളിച്ചു. അദ്ദേഹം അവിടെ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. തിങ്കളാഴ്ച ചെന്ന് അഡ്മിറ്റായി. തിങ്കളും ചൊവ്വയും ഹോസ്പിറ്റലിൽ അവിടെ കഴിഞ്ഞു. ബുധനാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞതോടുകൂടി എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിക്കെല്ലാം വലിയ വ്യത്യാസങ്ങളുണ്ടായി. 2 ദിവസം കൂടെ ഞാൻ ആഹാരം കഴിച്ചതുള്ളൂ. പിന്നീട് 3-ാം ദിവസം മുതൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. എന്താണെന്നറിയത്തില്ല. ഡോക്ടർമാരാവുന്നത്രയും മരുന്നൊക്കെ തരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വരുമ്പോഴെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പന്തളത്ത് എൻ്റെ സഭയുടെ പാഴ്സനേജിൽ വന്ന് പാർത്തു. അപ്പോൾ എൻ്റെ രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. എന്നെ ആൾക്കാർ കാണാൻ വന്നു. അവരെല്ലാം പറഞ്ഞു ഉപദേശിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, മരിക്കും ചിലപ്പം, എന്താണെന്നറിയത്തില്ല, ഇങ്ങനെ ആണല്ലോ. ഓരോ ദിവസവും ഞാൻ ക്ഷീണിച്ച് വരുവാനിടയായി തീർന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പന്തളം CM ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരും എന്നെ കാര്യമായിട്ട് നോക്കി. പക്ഷേ അവർക്ക് രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പീറ്റർ മണക്കുന്ന ഡോക്ടറെ അടുത്തിരുന്നു. ആ ഡോക്ടറും രോഗം നോക്കി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പത്തനംതിട്ട താലൂക്ക് ഹോസ്പിറ്റലിൽ പോകാനിടയായി. അവിടെയും രോഗം ആ ഡോക്ടർമാരൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നേഴ്സ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകൂ, അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ രോഗി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ആദ്യത്തെ ആഴ്ച അഡ്മിഷൻ തന്നില്ല, വീട്ടിൽ പറഞ്ഞു വിട്ടു. വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ രോഗം മൂർച്ഛിച്ചു, മരണാവസ്ഥയിലായി. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ തന്നെ ചെന്നപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാം, പക്ഷേ ബെഡില്ലെന്ന് പറഞ്ഞു, തറയിൽ കിടക്കണം. ഞങ്ങൾ പറഞ്ഞു തറയിൽ കിടക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ തറയിൽ കിടക്കാൻ തീരുമാനമാക്കിയപ്പോഴാണ് അവിടെ ഞങ്ങൾക്കൊരു ബെഡ് ദൈവം ഒരുക്കി തന്നു. എങ്കിലും അവിടെ കിടന്ന് 3 ദിവസക്കാലം മറ്റു ഡോക്ടർമാരൊക്കെ വന്ന് എന്നെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ 4-ാം ദിവസമാണ് മെഡിസിൻ വിഭാഗം പ്രൊഫസറായിരിക്കുന്ന സംഘമിത്ര എന്ന് പറഞ്ഞൊരു ഡോക്ടർ കടന്നു വന്നു. ആ ഡോക്ടർ പറഞ്ഞ പേഷ്യൻ്റ് സീരിയസ് ആണല്ലോ, ആ പേഷ്യൻറ്റിന് ഒരു സ്റ്റിറോയിഡ് മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഇഞ്ചക്ഷൻ അവർ ചെയ്യുമ്പോൾ എൻ്റെ വാക്കും ഭാഷണവും കൂടാതെ എൻ്റെ തലയിൽ ഒരു കരം വരുവാനിടയായി തീർന്നു. ഞാൻ ആ സമയത്തൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വാഗൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ തളർന്ന് മരിക്കത്തക്കവണ്ണായി കിടക്കുകയാണ്. എൻ്റെ കിഡ്നിക്ക് മുകളിലുള്ളതായ അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഹോർമോൺ ഗ്രന്ഥിയുടെ പ്രവർത്തനം 2% കുറഞ്ഞുപോയി. അത് ഇനി അല്പം കൂടെ ഉള്ളു കുറയാൻ. 2% കുറഞ്ഞു. ഇനി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മരണം സംഭവിക്കാം. എന്നാൽ ഈ മരുന്ന് കയറി തുടങ്ങിയപ്പോൾ എൻ്റെ വാക്കും ഭാഷണവും കൂടെ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, എന്നോട് അങ്ങയുടെ ദാസിമാരൊക്കെ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. വിശേഷാൽ വാര്യവരെ യോനാചായൻ, പ്രിയ പന്തളത്തെ കുഞ്ഞമ്മച്ചി എന്നൊക്കെ പറഞ്ഞ പ്രവാചകന്മാർ എന്നോട് ദൂത് പറഞ്ഞല്ലോ, നീ വെക്കാത്ത വീടും നീ വെട്ടാത്ത കിണറും നീ കെട്ടാത്ത മതിലും നിനക്ക് തരും. നിനക്ക് വിദേശ രാജ്യങ്ങളിലും മറ്റു മറ്റിടങ്ങളിലും എല്ലാം ശുശ്രൂഷകൾ ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതെല്ലാം ഇപ്പം എന്തിയേ? അവർ കള്ളമാണോ പറഞ്ഞത്? ഒക്കെ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒന്നും നിറവേറിയില്ലല്ലോ. ഇനി എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. അയ്യോ കർത്താവേ, എന്താണ്, എന്നെ എടുക്കുകയാണോ? എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞോ? ശരി കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ കിടക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ ഒരു കരം എൻ്റെ ശിരസിൽ വന്നു. ഈ മരുന്ന് ഇഞ്ചക്ഷൻ തീർന്നു. കരവുമെടുത്തു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു.
അവർ സൂചിയെല്ലാം നീക്കിക്കളഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി. എൻ്റെ കൂടെ എൻ്റെ വൈഫിൻ്റെ ആങ്ങൾ, എൻ്റെ അളിയനുണ്ടായിരുന്നു, അദ്ദേഹവും എൻ്റെ കൂടെ ഓടുകയാണ്. അപ്പോൾ എനിക്ക് ആൾക്കാരെല്ലാം പറഞ്ഞു, ഞാൻ പിച്ചും പേയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടായിട്ട് ഓടുകയാണെന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളതായ ആഗ്രഹം വന്നു. ഞാൻ അളിയനോട് പറഞ്ഞു, എനിക്ക് ചോറ് വാങ്ങിച്ചുകൊണ്ട് തരാം. ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ 2 കൈ കൊണ്ട് വാരി കഴിച്ചു. 3 മാസമായിട്ട് ആഹാരം കഴിക്കാതെ കിടന്ന ഞാൻ ചോറ് കിട്ടുമ്പോൾ വാർത്തയോടെ കഴിച്ചു. അന്ന് നല്ല വിശപ്പ് തോന്നി, ആഹാരം കഴിച്ചു, രുചിയോടെ ആഹാരം കഴിച്ചു. കുറച്ച് കഴിഞ്ഞു ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എൻ്റെ ഭാര്യ ബക്കറ്റും കൊണ്ട് നിൽക്കുകയാണ്. എപ്പോഴും ആഹാരം കഴിച്ചാൽ ഛർദ്ദിക്കുമല്ലോ, അതുകൊണ്ട് ബക്കറ്റ് പിടിച്ച് നിൽക്കുന്നു. ഞാൻ ഛർദ്ദിച്ചില്ല, കാരണം ആ സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനായ കർത്താവ് ആ വാക്കും ഭാഷണവും കൂടാതെ എൻ്റെ ശിരസിൽ കരം വെച്ചു, എനിക്ക് സൗഖ്യം തന്നു. ആ സൗഖ്യത്തിനുള്ള മരുന്നും മാനസിക നിലയെ ഡോക്ടർ കയറ്റുവാനും ഇടയായി തീർന്നു. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ, എന്താണ് എനിക്ക് സംഭവിച്ചത്? ഡോക്ടർ വന്നില്ലായിരുന്നു, ഞാൻ മരിച്ചു പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എന്നെ ഒരു സ്ക്രീനിൽ എഴുതി കാണിച്ചു നിങ്ങളുടെ രോഗം, നിങ്ങളുടെ രോഗവിവരങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞാൻ ആ മരുന്ന് ചെയ്യുവാനിടയായത്. പക്ഷേ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, ഒന്നുകിൽ ഇതൊക്കെ മരിച്ചു പോകും, ഇല്ലെങ്കിൽ ആയുഷ്കാലം തളർന്നു കിടക്കും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഇഞ്ചക്ഷൻ ചെയ്ത് എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഇഞ്ചക്ഷൻ ചെയ്തത് എനിക്ക് വിടുതലായി തീരുവാനിടയായി. ഞാൻ ജീവനോടെ എഴുന്നേറ്റു. എന്തായാലും നിങ്ങൾ മരിച്ചില്ലല്ലോ, നിങ്ങൾ ജീവനോടെ എഴുന്നേറ്റല്ലോ. നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ആളായതുകൊണ്ടാണ് നിങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചത്. ഇവിടെ വന്നവരൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങളുമായിട്ട് വന്നവരെല്ലാം മരിച്ചാണ് പോയത്. അതുകൊണ്ട് അപൂർവമായിട്ട് ഈ രോഗം വരത്തുള്ളൂ, വരുന്നവരൊക്കെ മരിച്ചാണ് പോയത്. അതുകൊണ്ട് നിങ്ങൾ മാത്രം ജീവിച്ചു, അതിന് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മരുന്നൊക്കെ കുറച്ച് തന്നു. ഞാൻ പറയുന്ന അളവ് വരെ ഈ സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നു. പിന്നെ പല പ്രാവശ്യം ചെക്കപ്പിന് പോയെങ്കിലും അവരാരും തന്നെ ഈ മരുന്ന് കുറച്ച് തന്നില്ല. എന്നാൽ 2025 മാർച്ച് ആയപ്പോൾ എനിക്ക് ഷുഗർ ഈ സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്ന മുഖാന്തരമായി എനിക്ക് ഷുഗർ വർദ്ധിക്കുകയും ആ ഷുഗർ 500 ആകുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ കല്ലുമല ദൈവസഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് കൊല്ലകടവിലുള്ളതായ ആ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായി. ആ ഡോക്ടർക്ക് കുറച്ച് നാൾ എന്നെ പരിശോധിച്ചപ്പോൾ ഈ രോഗം ഭേദമാവുന്ന ലക്ഷണമില്ല എന്ന് കണ്ടു. പിന്നീട് ആ മാർച്ച്, മെയ് മാസമായപ്പോൾ എനിക്ക് രോഗം മൂർച്ഛിച്ചു. എൻ്റെ കാലെല്ലാം ആപ്പിളിൻ്റെ കളറായി, എൻ്റെ ശരീരമെല്ലാം ആപ്പിളിൻ്റെ കളറായി, കാലെല്ലാം പൊട്ടി വല്ലാത്ത വ്രണമായി. അങ്ങനെ ഞാൻ വളരെ വേദനപ്പെട്ട് ഭാരപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ ആലോചനയായിട്ട് എന്നെ അതിന് കുളനടയിലുള്ളതായ മെഡിക്കൽ ട്രസ്റ്റ് ഡയബറ്റിക് സെൻറ്ററിൽ അഡ്മിറ്റാക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളുണ്ടായി. അങ്ങനെ അവിടെ അഡ്മിറ്റായി മെയ് മാസം 1-ാം തീയതി മുതൽ 22 ദിവസം അവിടെ കിടന്നു. അങ്ങനെ ഷുഗറെല്ലാം കുറച്ചു, മുറിവെല്ലാം കരിഞ്ഞു. അങ്ങനെ കാലിന് ഭയങ്കര വേദന. അപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്ന ആളല്ലേ, ഞാൻ ഹോർമോൺ ടെസ്റ്റ് നടത്തിക്കോട്ടെ. അദ്ദേഹം ഹോർമോൺ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഞാൻ കഴിക്കുന്ന സ്റ്റീറോയിഡ് മരുന്നിൻ്റെ അളവ് കൂടുതലാണെന്ന് അറിയുവാനിടയായത്. അങ്ങനെ ആ മരുന്ന് കുറയ്ക്കണമെങ്കിൽ ഇനി എൻഡോക്രൈനോളജി ഡോക്ടറെ കാണണം, ഇവിടെ അതില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടുന്ന് ഡിസ്ചാർജായി ഞാൻ വന്നു. അതിനുശേഷമായിട്ട് എറണാകുളത്തുള്ളതായ ലിസി ഹോസ്പിറ്റലിലെ എൻഡോക്രൈനോളജി വിഭാഗ ഡോക്ടറെ ചെന്ന് കാണുകയും അവരുടെ നിർദ്ദേശമനുസരിച്ചുള്ളതായ മരുന്ന് കഴിക്കാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ കഴിക്കുന്ന സ്റ്റീറോയിഡ് മരുന്നിൻ്റെ അളവ് കുറച്ചു. 2.5 mg ആക്കി അവർ തന്നു. മറ്റു മരുന്നുകളും തന്നു. എൻ്റെ അസ്ഥിയുടെ എക്സ്റേ എടുത്തു. മുട്ടത്തോട് കണക്കായെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും വീണാൽ പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതുകൊണ്ട് ബലഹീനമാണ്, ക്ഷീണമാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ, അല്ലെങ്കിൽ നടക്കാൻ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞു. ആഹാര ക്രമീകരണവും വരുത്തി തന്നു. അങ്ങനെ ആ മരുന്നൊക്കെ തന്ന് കഴിച്ചപ്പോൾ എൻഡോക്രൈനോളജി വിഭാഗം ഡോക്ടറുടെ ചികിത്സയിലായിരിക്കുന്നു ഞാൻ. പൂർണ്ണമായിട്ടും അതിൻ്റെ അസ്ഥികളുടെ വേദനകളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളോ മാറിയിട്ടില്ല. എങ്കിലും കർത്താവ് ഇത്രത്തോളം ബലവും സൗഖ്യവും തന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഞാൻ ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം
പ്രസ്താവിക്കുന്നത്. അതെ, ഇങ്ങനെ തിരുവചനത്തിൽ വാക്യമുണ്ടല്ലോ, സങ്കീർത്തനം 53 6 വാക്യം, സിയോനിൽ നിന്നും ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും എന്നൊരു വാക്യം. അതെ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. അത് ഏതൊരു സ്ഥിതിയിലും കിടക്കുന്ന ജനത്തിൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ വാക്കും ഭാഷണവും കൂടാതെ ഞാൻ രോഗിയായി കിടക്കുന്ന, മരണാവസ്ഥനായി കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഞാൻ വെക്കാത്ത വീട്, ഞാൻ കെട്ടാത്ത കിണർ, ഞാൻ കെട്ടാത്ത മതിൽ എല്ലാം ദൈവം എനിക്ക് തന്നു. അതെ, ഞാൻ സൗഖ്യമായി വരുമ്പോൾ വീടിൻ്റെ ഉദ്ഘാടനമാണ്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ കയറി പാർത്തു. എറണാകുളം ജില്ലയിൽ അരയങ്കാവ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾക്ക് വീട് ദൈവം തരുവാനിടയായത്. ആ വീട്ടിൽ ഞങ്ങൾ പാർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വർഷം ഞാൻ സഭാചാർജ് ഒന്നും എടുത്തില്ല, കാരണം സുഖമില്ലാത്തതുകൊണ്ട് ആ സഭാചാർജ് എടുക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഭവനത്തിലായിരിക്കുന്നു. എൻ്റെ ഭാര്യ ഗ്രേസ് ജോൺ, അത് സഹോദരി നന്നായിട്ട് പാട്ട് പാടുകയും വീണ വായിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അതൊക്കെ ഈ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കെയും കാണുന്നുണ്ടല്ലോ. എൻ്റെ മൂത്ത മകൾ ജമീമ ജോൺ, ഇളയ മകൾ അബിയ ജോൺ. മൂത്ത മകൾ അവൾ CA പഠിക്കുന്നു, ഇളയ ആൾ +1 പഠിക്കുന്നു. അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷത്തോടെ ഭവനത്തിലായിരിക്കുന്നു. ഇനി പരസ്യവും ദൈവത്തിൻ്റെ വേലയും ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷി നിർത്തട്ടെ. തുടർന്ന് എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ.